ഹായ് ഓൾ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നേ. മഴയുള്ളപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ്. എന്നാലും പോയല്ലേ പറ്റൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നൊരു കോൺ പുട്ട് ട്രൈ ചെയ്താലെന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ പണിയിലേക്ക് കിടന്നേ. എന്തായാലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ റെഡിയായി ഓഫീസിലോട്ട് പോയി. ഓഫീസിൽ നിന്നിറങ്ങി ഇന്ന് ഞാൻ നേരെ പോയത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. ട്രെയിനിൽ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ ഒന്ന് വരണമെന്ന്. അങ്ങനെ അവിടെയുള്ള ഒരു ബോട്ടിൽ കയറി യാത്ര തുടർന്നേ. ഒരാൾക്ക് 100 രൂപയാണ് ബോട്ട് ചാർജ് വരുന്നത്. ഇതാണ് നമ്മുടെ അനിലേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഗൈഡ്. ഈ വെള്ളത്തിൽ കാണുന്ന ചെടികൾ കണ്ടോ, ഇതാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, സുനാമിയുടെ എഫക്റ്റിനെ വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്ന്. ഈ കാണുന്ന ഓരോ കണ്ടൽ ചെടിക്കും ഓരോരോ പേരുകളാണ് ഉള്ളത്. ഇതാണ് നമ്മൾ നക്ഷത്രക്കണ്ടൽ. ഇവന് നക്ഷത്രക്കണ്ടലിന് പേര് വരാൻ കാരണം ഇവയുടെ പൂക്കൾക്ക് നക്ഷത്രത്തിന് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ്. ഇനിയുമുണ്ട് വിവിധ തരത്തിലുള്ള കണ്ടൽക്കാടുകൾ. ഈ കാണുന്നതാണ് നമ്മുടെ പ്രാന്തൽ കണ്ടൽ എന്നറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാണുന്ന ബ്രിഡ്ജിലാണ് 2001 ജൂണിൽ കേരളത്തെ ആകെ നടുക്കിയ കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായത്. അന്ന് 59 ആൾക്കാരാണ് ഇവിടെ മരണപ്പെട്ടത്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സമയം പോയത് ഒട്ടും അറിഞ്ഞില്ലേ. ഇവിടെ നിന്ന് ഞാൻ നേരെ പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ ബേപ്പൂർ ബീച്ചിലേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുറെ ചേട്ടന്മാരിരുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അപ്പോൾ എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.